ഹായ് ഫ്രണ്ട്സ്, ആർട്ടോലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിനെഷ്, ഐ എം ഫൈൻ ആർട്ടിസ്റ്റ്. കേരള ലളിതകലാ അക്കാദമിയുടെ എറണാകുളത്തുള്ള ദർബാർ ആർട്ട് ഗാലറിയിൽ 2021 നവംബർ 6 മുതൽ 13 വരെ നടന്ന റെസിലിയൻസ് എന്ന ആർട്ട് എക്സിബിഷൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളെ ഞാൻ കാണിക്കുവാൻ പോകുന്നത്. കൊറോണ വൈറസ് എന്ന മഹാവ്യാധി മൂലം ദീർഘനാളത്തെ അടച്ചുപൂട്ടലിന് ശേഷമാണ് ഇപ്പോൾ ആർട്ട് ഗാലറികൾ സജീവമാകുന്നത്. റെസിലിയൻസ് എന്ന ആർട്ട് എക്സിബിഷനിൽ 12ഓളം കലാകാരന്മാരാണ് പങ്കെടുത്തിട്ടുള്ളത്. ആർട്ട് എക്സിബിഷൻ കാണുവാനായിട്ട് നമുക്ക് ഗാലറിയിലൂടെ കുറച്ചു നേരം സഞ്ചരിക്കാം. റെസിലിയൻസ് എന്ന് പറയുന്ന ഈ ഷോ ശരിക്കും നമ്മുടെ 12 ആർട്ടിസ്റ്റുകൾ ഒരുപക്ഷെ കോവിഡിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ഷോയെക്കുറിച്ചൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് നിന്നും മാറി പിന്നീട് കോവിഡ് കടന്നു വരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ആർട്ടിസ്റ്റുകളെല്ലാം പല പല വിഷയങ്ങളിലൂടെ കടന്നുപോയി. അപ്പോഴും എല്ലാവരും പരസ്പരം ബന്ധം പുലർത്തുകയും ആ ഒരു പ്രാക്ടീസ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ആ ഒരു കാലഘട്ടത്തിനെ എങ്ങനെ അതിജീവിക്കും എന്നുള്ള സജീവമായൊരു ചർച്ച ഈ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ശക്തമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പരിണത ഫലമാണ് റെസിലിയൻസ് എന്ന് പറയുന്ന ഈ ഷോ. എൻ്റെ പേര് രാംദാസ്. ഞാൻ ഈ ഷോയിൽ എൻ്റെ ശില്പം ഇതാണ് എൻ്റെ ഒരു ശില്പം. ഞാൻ ടീച്ചിങ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ റെസിലിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഞങ്ങൾ കോവിഡിന് മുമ്പ് സമയത്ത് പ്ലാൻ ചെയ്തൊരു ഷോ ആയിരുന്നു ഇത്. കോവിഡിൻ്റെ ഈ പാൻഡമിക് സിറ്റുവേഷൻ്റെ ഭാഗമായിട്ട് ഗാലറികൾ അടച്ചുപോയ സമയത്ത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ഞങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് കുറേ ഡിസ്കഷൻ നടത്താനും ഷോകൾ എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നതിനെക്കുറിച്ചൊക്കെ നല്ലൊരു സമയം കിട്ടി. പിന്നെ ശരിക്കും തോന്നുന്നത് കോവിഡിൻ്റെ ആ പാൻഡമിക് സിറ്റുവേഷനിലായിരിക്കണം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമെങ്കിലും എല്ലാ മേഖലയിലുള്ളവരും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത പോലെ തന്നെ കലാകാരന്മാരും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ വേറൊരു വശം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് വർക്കുകളെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റി അങ്ങനത്തെ ഒരു സമയത്ത്. അങ്ങനെയാണ് ഞാൻ ഈ വർക്കിലേക്ക് എത്തുന്നത്. എൻ്റെ വർക്കുകൾ പ്രധാനമായിട്ടും എൻ്റെ നാട്ടിലെ കുറേ ഇമേജുകൾ, ഈ കശുമാങ്ങ തോട്ടങ്ങളുണ്ടായിരുന്നൊരു ഗ്രാമപ്രദേശമായിരുന്നു എൻ്റേത്. അപ്പോൾ അവിടുത്തെ കുറേ ഓർമ്മകളും ആണ് എൻ്റെ ഈ വർക്കിലേക്കായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും അവിടുത്തെ അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെ ഒരു വർക്കാണ് ഒന്ന്. ഇതിൻ്റെ അവിടുത്തെ നാട്ടിൻപുറത്തെ ഒരു നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തൊരു വർക്കാണ്. പിന്നെ ഇതിൻ്റെ മീഡിയം എന്ന് പറയുന്നത് ഫൈബർ ഗ്ലാസ് ആണ്. എനിക്ക് ഒബ്ജക്റ്റുകളെ 1-2 ഒബ്ജക്റ്റുകൾ ഒരുമിച്ച് വെച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഞാൻ സ്കൾപ്ചറിൽ ഉപയോഗിക്കുന്നത്. റോബർട്ട് വി ജെ എന്നാണ്. ഞാൻ ശില്പകലയിൽ മാവേലിക്കരയിലെ ലെക്ചറാണ്. പിന്നെ ഞാൻ ഇതോടൊപ്പം തന്നെ എൻ്റെ ശില്പങ്ങളുടെ പ്രാക്ടീസ് പൊതുവേ ഞാൻ കളിമണ്ണിലും മരത്തിലും ആയിട്ടുള്ള കുറേ ശില്പങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ശില്പമാണ് ഇപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ പിന്നെ പലതരത്തിലുള്ള ഞാനൊരു ഫോം എന്നുള്ള രീതിയിലും പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ എൻ്റെ ഒരു കൺസെപ്ച്വലായിട്ടുള്ള ഒരു അന്വേഷണവും നിരന്തരം ഒരു സ്റ്റുഡിയോ പ്രാക്ടീസിലൂടെ തന്നെ രൂപപ്പെടുന്ന ശില്പങ്ങളാണ് ഞാൻ പല രീതിയിലുള്ള പലതരം മെറ്റീരിയലുകൾ പിന്നെ അയണും
പിന്നെ ഗ്ലാസിൻ്റെയും പലതരം മെറ്റീരിയലായിട്ട് ആഡ് ചെയ്തിട്ട് ഞാനൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഞാൻ മുമ്പ് തന്നെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ വുഡിലാണ് നിരന്തരം കാർവ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പിന്നെ അതിന് ശേഷമാണ് ഞാൻ പിന്നെ ടെറാക്കോട്ടയിലേക്ക് വരുന്നത്. പിന്നെ ഓരോ മീഡിയത്തിലൂടെ തന്നെ വർക്ക് ചെയ്ത് തന്നെ ഒരു എക്സ്പീരിയൻസ് ഒരു മീഡിയത്തിലൂടെ വർക്ക് ചെയ്യുമ്പോൾ അതിനകത്തൊരു എക്സ്പീരിയൻസ് കൂടെ ഞാൻ ഈ പറയുന്ന പ്രോസസ്സിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ കുറച്ചുകൂടെ ഞാൻ കുറേ ഫോം എന്നുള്ള രീതിയിലാണ് വർക്കിനകത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ അബ്സ്ട്രാക്ഷനിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ന്യൂ ഫോം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്താറുണ്ട്. അപ്പോൾ അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ ഈ പ്രോസസ്സ് തന്നെയാണ് ഞാൻ മറ്റുള്ള ഇപ്പോൾ കോളേജിലാണെങ്കിൽ സ്റ്റുഡൻസുമായിട്ടൊക്കെ ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ അത് നമ്മുടെ ചിലപ്പോൾ കേരളത്തിൻ്റെ തന്നെ പലതരത്തിലുള്ള ഒരു വിഷ്വൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗോഡ്ഫ്രൈ ദാസ് എന്നാണ്. എൻ്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര. അതിനായിട്ട് കുറച്ച് നാൾ ഒരു സ്റ്റുഡിയോഷൻ തസ്തികയിലിരിക്കുമ്പോൾ പരിചയപ്പെട്ട ഏറ്റവും അടുപ്പമുള്ള കുറച്ച് സ്റ്റുഡൻസാണ് ഈ ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. മിത്രോ എന്ന ഒരു കൂട്ടായ്മ. അവരുടെ ഒരു ബ്രോഷർ ഡിസൈൻ ചെയ്യാൻ അവരെന്നെ സമീപിക്കുമ്പോഴാണ് എൻ്റെ വർക്ക് ഈ ഷോയിൽ വരുന്നത്. വാസ്തവത്തിൽ ഇപ്പോൾ ഒരു ഷോ നടത്താനൊന്നും എൻ്റെ മനസ്സ് ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് നിരന്തരം വർക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. കുറേ അധികം വർക്കിൽ ഒരു 3 വർക്കാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. കോവിഡ് ശരിയാണ്, പക്ഷെ കോവിഡ് കാരണമായി വരച്ചു എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം അതിനു മുമ്പേ ഞാൻ പ്രാക്ടീസ് ചെയ്യാം. കാരണം വാട്ടർ കളർ ചെയ്യുക എന്നുള്ളത് ജീവിതാഭിലാഷമായിരുന്നു. എത്രയോ ഡിസൈനൊക്കെ ചെയ്ത് നടക്കുന്ന കാലത്ത് എൻ്റെ ആഗ്രഹം ഒരു പെയിൻ്ററാവണം. എൻ്റെ വാട്ടർ കളർ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള കഴിവിനെ അത് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണം എന്നുള്ള സ്വന്തം ഒരു നിശ്ചയത്തിൻ്റെ ഇതായിട്ടാണ് ഞാൻ ഈ വർക്ക് വെച്ചത്. എൻ്റെ പേര് പ്രകാശൻ. എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ വരാപ്പുഴയിൽ തേവറകാട് എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. വർക്കുകളെല്ലാം സ്വാഭാവികമായിട്ട് വരുന്നത് ആ പ്രദേശമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ അറിവ് അനുഭവങ്ങൾ, അതിലെ കാഴ്ച അനുഭവങ്ങൾ, ഇവയൊക്കെ തന്നെയാണ് പലപ്പോഴും വർക്ക് ഓഫ് ആർട്ടിന് ഒരു ലാംഗ്വേജ് എന്ന രീതിയിലേക്ക്, പ്രത്യേകിച്ച് ശില്പത്തിലേക്ക് ഞാൻ അന്വേഷിക്കുന്നത്. നമ്മുടെ പരിസരത്തിൽ നിന്നുകൊണ്ട് ഒരു വർക്ക് ഓഫ് ആർട്ടിന് നമുക്ക് എങ്ങനെയാണ് അതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നത്, അതിൻ്റെ ആശയം എങ്ങനെ നമുക്ക് രൂപാന്തരപ്പെടുത്താം, ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം ഒരു ലാംഗ്വേജ് എന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ മാധ്യമം ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മണ്ണാണ്, കളിമണ്ണ്. അത് ടെറാക്കോട്ട എന്ന രീതിയിൽ അതിനെ ഇതിക്കുന്നത്. അതിൻ്റെ ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോയിലിംഗ് മെത്തേഡ്, അതിൻ്റെ പിഞ്ചിങ് മെത്തേഡിലൊക്കെ അതിൻ്റെ ഒരു വളരെ സ്ലോയിലി ആണ് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. ഒരു തരത്തിൽ എന്താണ് നമ്മുടെ ഓർമ്മകളെ റീകളക്ട് ചെയ്യുക എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രോസസ്സും കൂടി ഇതിനകത്ത് നടക്കുന്നുണ്ട്. നിരന്തരമായ ഒരു അന്വേഷണങ്ങൾ, അതിനെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്, അതിനെങ്ങനെയാണ് പരിവർത്തനം ചെയ്യുന്നത് എന്നുള്ള ഒരു അന്വേഷണമൊക്കെ ഈ വർക്ക് ഓഫ് ആർട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഈ വരുന്ന ഇമേജുകളിലെല്ലാം തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് തുടങ്ങി നമുക്ക് വളരെ ഡീപ്പായിട്ടുള്ളൊരു റൂട്ട് ഉണ്ട് ഇത്തരം ഇമേജുകളിലൂടെ. അതിനെ എന്താണ് അഡ്രസ്സ് ചെയ്യുക, അല്ലെങ്കിൽ അത്തരം ഒരു ഫോമുകളെ ഈ രീതിയിലേക്ക് അടയാളപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോട് തന്നെയാണ് ഈ വർക്കുകൾ കൊണ്ടുവരുന്നത്. ഇപ്പം നമുക്ക് ഈ കൺസ്യൂമർ ഈ യുഗത്തിലേക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന പലതരത്തിലുള്ള ബ്യൂട്ടി പോലത്തെ കൺസെപ്റ്റുകൾ ഉണ്ട്. അത്തരം സൗന്ദര്യങ്ങളെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് വളരെ പ്രാദേശികമായിട്ട് നിൽക്കുന്ന ഇമേജുകളോട്, അല്ലെങ്കിൽ വളരെ അഗ്ലിയായിട്ട് നിൽക്കുന്ന ചില ഫോമുകളൊക്കെ എടുത്തിട്ട് ബ്യൂട്ടിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വസ്തുക്കളോട് ഒരു ബ്യൂട്ടി എന്നത് കണ്ടെത്തിക്കൊണ്ട് അത്തരം ഒരു അന്വേഷണം ഈ വർക്ക് ഓഫ് ആർട്ടിലൂടെ കണ്ടെത്തുന്നുണ്ട്. എൻ്റെ പേര് ബാലഗോപാലൻ എന്നാണ്. ഞാനിപ്പോൾ ഡൽഹി താമസിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണെങ്കിൽ ഈ ഷോയെക്കുറിച്ചാണെങ്കിൽ ഞങ്ങളെല്ലാവരും കഴിഞ്ഞൊരു 10-14 വർഷമായിട്ട് എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. ബേസിൽ പണ്ട് ചാന്ദ്രയെന്ന് കണ്ട് പരിചയപ്പെട്ട സുഹൃത്തുക്കളായതാണ് ഈ ഗ്രൂപ്പ്. മനീഷ്, സനുൽ, മറ്റേ അനു എല്ലാവരും ചേർന്ന്. അപ്പം കൊറോണ കാലത്ത് ഞങ്ങൾ കണ്ടിന്യൂ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഇതിനു മുമ്പും വർഷത്തേക്ക് ഒരു ഷോ ചെയ്യാറുണ്ട്. കോഴിക്കോടും എറണാകുളത്തൊക്കെ ആയിട്ട് ബുക്ക് ചെയ്തിരുന്നു. പിന്നെ കൊറോണ തുടങ്ങിയ ശേഷം കണ്ടിന്യൂ ആയിട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് സംസാരിക്കുന്നുണ്ട് എന്താ ചെയ്യാൻ പറ്റുകയെന്നല്ലേ. പിന്നെ ഈ സംസാരം ഒരു ഷോക്ക് വേണ്ടി മാത്രമല്ലാണ്ട് എല്ലാവരും ഒരു ജെന്യുവനായിട്ട് എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഡീപ്പായിട്ടൊരു ഡിസ്കഷൻസാണ്. അത് ഷോക്ക് മുമ്പും അതിനുശേഷം കണ്ടുവന്ന എല്ലാ സുഹൃത്തുക്കളാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഇതാണ്, എനർജി ആയിരുന്നു. കൊറോണ കാലത്ത് എങ്ങനെയാണ് ആൾക്കാർ എന്തൊക്കെ ചെയ്യാന്നുള്ളത്.
എൻ്റെ പേര് അനു BS എന്നാണ്. ബേസിക്കലി ഞാനൊരു ശില്പിയാണ്. ശില്പകലയാണ് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഠിച്ചത് ട്രിവാൻഡ്രം കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ 2001 മുതൽ പഠിച്ചു. പിന്നെ MSU ബറോഡ അവിടെ ആയിരുന്നു എൻ്റെ PG പഠനം. ട്രിവാൻഡ്രത്തും ബറോഡയിലും കിട്ടിയിട്ടുള്ള ടീച്ചേഴ്സിന് കിട്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു മേഖലയിൽ തുടരാനായിട്ട് പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അതിലിപ്പം ഈ ഒരു ഷോയിൽ എക്സിബിറ്റ് ചെയ്തേക്കുന്ന വർക്കെല്ലാം തന്നെ നമ്മൾ സ്ഥിരം ഒരു ആർട്ട് പ്രാക്ടീസ് പോലെ തുടരുന്ന വർക്കുകളാണുള്ളത്. അല്ലാതെ ഒരു ഷോയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വർക്കുകളല്ല ഇതൊന്നും. ഞങ്ങളൊരു കൂട്ടായ്മയാണിത്. കൂട്ടായ്മ ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് ഞങ്ങളിത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സുഹൃത്തുക്കൾ ആദ്യമേ നമ്മൾക്കിപ്പോൾ ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് പുതിയ ആൾക്കാർ ചേരുകയും കുറച്ച് ആൾക്കാർ കൊഴിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഉപരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോവിഡിൻ്റെ സമയത്ത് നമ്മളെന്താണ് ചെയ്തത്, നമുക്കെന്താണ് സംഭവിച്ചത് എന്ന് പറയുന്ന തരത്തിലാണ് ഞങ്ങളിത് പ്രസൻറ്റ് ചെയ്യുന്നത്. അതാണ് ഒരു മെയിനായിട്ടുള്ളൊരു ഈ ഷോയുടെ ഞങ്ങളൊരു ലക്ഷ്യം. പിന്നെ പലതരം മീഡിയംസാണ് നമ്മളെല്ലാവരും ഹാൻഡിൽ ചെയ്തിരുന്നതെങ്കിലും ഒരു കോമൺ കോവിഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ കയ്യിലും അവൈലബിളായിരുന്ന ക്ലേ ആണ് എല്ലാവരും കൂടുതലും മാധ്യമമായിട്ടൊക്കെ ഉപയോഗിച്ചേക്കും. നമുക്ക് ഷോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും പലരുടെയും വർക്കുകൾ തമ്മിൽ ഇത് പ്ലാൻ ചെയ്തതാണോ എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു സാമ്യമൊക്കെ ഇതിൽ കാണാൻ പറ്റും. എൻ്റെ പേര് Dileep. ഞാൻ ഈ ഷോയിൽ എൻ്റെ 3 എണ്ണച്ചായ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ചിത്രകലാ പഠനം തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിലായിരുന്നു. അതിനുശേഷം ഞാൻ സെൽഫ് പ്രാക്ടീസിലൂടെ ഫ്രീലാൻസ് ആർട്ടിസ്റ്റായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഒരു ഷോ ബേസ്ഡല്ലാതെ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പ്രത്യേകിച്ചും ഈ ഷോയിൽ ഞാൻ പ്രദർശിപ്പിച്ചിരിക്കുന്ന 3 ചിത്രങ്ങളും തന്നെ കോവിഡ് കാലത്ത് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ബേസിക്കലി ഞാൻ ഒരു കർഷക കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ എൻ്റെ വീട് എപ്പോഴും കാർഷിക ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പം ചെറിയൊരു ഫാമും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീട്ടിലുണ്ട്. അപ്പം കൊറോണ കാലത്തായാലും ഇപ്പോൾ എൻ്റെ പെയിൻറ്റിങ്ങിൽ ഔട്ട്ഡോറിൻ്റെ ഒരു ആംബിയൻസാണുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരമാണ്, പക്ക ഗ്രാമപ്രദേശമാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ പുത്തൂരെന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം നമ്മളെ നിരന്തരം സ്വാധീനിക്കുന്ന, ഞാനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇമേജുകളൊക്കെ തന്നെയാണ് എൻ്റെ വർക്കിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത്.
റെസലിയൻസ് എന്ന ആർട്ട് എക്സിബിഷൻ നമ്മുടെ ചാനലിനു വേണ്ടി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ മറ്റ് കലാകാര സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോയിൽ അവരെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. റെസലിയൻസ് എന്ന ആർട്ട് എക്സിബിഷൻ്റെ കാറ്റലോഗിൽ ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത് എഴുത്തുകാരിയും ആർട്ട് ക്യൂറേറ്ററുമായ ടാനിയ എബ്രഹാമാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആർട്ടോലോഗ് വീഡിയോസ്.